ഹായ് ഗൈസ്. സോ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സ്പ്ലൈസ് മെത്തേഡാണ്. ഓക്കെ, സോ നമുക്കൊരു അറേ ഉണ്ട്. ആ അറേയിലെ ഇടയിൽ നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പ്ലൈസ് മെത്തേഡ് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഓക്കെ, സ്പ്ലൈസ് ബേസിക്കലി നമുക്കൊരു അറേ സർജറി ടൂളാണെന്ന് പറയാൻ പറ്റും. കാരണം നമുക്ക് ഇൻസേർട്ട് ചെയ്യാം ഡാറ്റ, ഡിലീറ്റ് ചെയ്യാം ഡാറ്റ, റീപ്ലേസും ചെയ്യാൻ പറ്റും ഡാറ്റ. സോ സ്പെഷ്യൽ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ സ്പ്ലൈസ് റിയൽ അറേസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നോട്ട് ലിസ്റ്റ് പോലുള്ള അറേ ലൈക്ക് ഒബ്ജക്ട്സിലൊന്നും സ്പ്ലൈസ് മെത്തേഡ് വർക്ക് ആവില്ല. അതുകൊണ്ട് ബേസിക്കലി നമുക്ക് ഇപ്പോൾ ഒരു അറേ ലൈക്ക് ഒബ്ജക്റ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞു അറേ എങ്ങനെ മാറ്റും, അറേ ഡോട്ട് ഫ്രം മെത്തേഡ് യൂസ് ചെയ്തിട്ട് അറേക്ക് മാറ്റും. അങ്ങനെ യൂസ് ചെയ്തിട്ട് റിയൽ അറേ ആക്കിയിട്ട് വേണം ഈ സ്പ്ലൈസ് മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ സ്പ്ലൈസ് ബേസിക്കലി മിനിമം 2 ആർഗ്യുമെൻറ്റ്സ് എടുക്കുക. സോ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അറേ കൊടുക്കുക, എന്താ അറേ പേരെന്ന് വെച്ചാൽ അത് കൊടുക്കുക, ഡോട്ട് സ്പ്ലൈസ് മെത്തേഡ് കൊടുക്കുക, സ്പ്ലൈസ് എഴുതുക, എന്നിട്ട് മെത്തേഡ് കോൾ ചെയ്യുക ഫംഗ്ഷൻ. അതിൽ മിനിമം അറ്റ്ലീസ്റ്റ് 2 ആർഗ്യുമെൻറ്റ് വേണം. ഒന്നാമത്തത് സ്റ്റാർട്ട് ഇൻഡെക്സ് എന്ന് പറയും. ഓക്കെ, സ്റ്റാർട്ട് ഇൻഡെക്സ് ഏത് പൊസിഷനാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് അറേയുടെ ഏത് ഇൻഡെക്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിലീറ്റ് കൗണ്ട്, എത്ര എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത്, ഡിലീറ്റ് കൗണ്ട് കൊടുക്കുക. ഓക്കെ, മിനിമം 2 ആർഗ്യുമെൻറ്റ് വേണം. ഇത് രണ്ടാണ് വേണ്ടത്. സോ സ്റ്റാർട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. സോ അറേസ് എല്ലാം 0 ബേസ്ഡ് ആണെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അതോടൊപ്പം ഡിലീറ്റ് കൗണ്ട് ഉണ്ട്. ആ ഇൻഡെക്സിൽ നിന്നും എത്ര എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യണമെന്ന് ചെക്ക് ചെയ്യും. പിന്നെ ഓപ്ഷണലായിട്ട് 3rd ആർഗ്യുമെൻറ്റ് ഓൺവേർഡ്സ് നിങ്ങൾക്ക് 3ാമത്തെ ആർഗ്യുമെൻറ്റ് തൊട്ട് ഓപ്ഷണലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ ഇൻസർട്ട് ചെയ്യാണെങ്കിൽ എത്ര ഡാറ്റ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ item 1, item 2 അങ്ങനെ എത്ര ഡാറ്റ വേണമെങ്കിലും നമുക്ക് കൊടുക്കാനും പറ്റും. ഓക്കെ, നമ്മളിത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഞാനത് സിൻടാക്സ് പറഞ്ഞു വയ്ക്കുന്നു മാത്രം. ഇപ്പോൾ ഓക്കെ, ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട ഡാറ്റ ഡിലീറ്റ് ചെയ്യേണ്ട, ഇപ്പോൾ നമുക്ക് കറൻറ്റ്ലി ഡിലീറ്റ് ചെയ്യേണ്ട ഇൻസേർട്ട് മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാം. സോ നമ്മുടെ കയ്യിൽ ഹോബീസ് ഡാറ്റ ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു അറേ ഉണ്ട്, പുതിയൊരു അറേ ഉണ്ട്. അതിൽ എന്താ പറയുക, റീഡിങ്, വോളിബോൾ, ഹോക്കി, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹോബീസ് പോലെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബേസിക്കലി നമുക്ക് പുതിയൊരു ഡാറ്റ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഹോബീസ് ഡാറ്റ ന്യൂ എഴുതി, എന്നിട്ട് ഞാനിവിടെ ഡോട്ട് സ്പ്ലൈസ് എഴുതിയിട്ട് ഞാൻ മെൻഷൻ ചെയ്യുകയാണ്. എൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ വന്നിട്ട് ഞാനിവിടെ 1 കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ 2ാമത്തെ എലമെൻറ്റാണ്, 0 ബേസ്ഡ് ആണ്. സോ 1 എന്ന് പറയുമ്പോൾ 2ാമത്തെയാണ്. സോ 2ാമത്തെ സ്റ്റാർട്ടിങ് പൊസിഷനാണ്. പിന്നെ ഞാൻ 2ാമത്തെ ആർഗ്യുമെൻറ്റ് ഡിലീറ്റ് കൗണ്ടാണ്. അപ്പോൾ 0 ആണ്. ഇവിടെ ഒന്നും ഡിലീറ്റ് ചെയ്യേണ്ട, അതുകൊണ്ട് ഞാൻ 0 കൊടുത്തു. പിന്നെ ഞാനിവിടെ കൊടുക്കുന്നത് എൻ്റെ ഹോബിയാണ്. അപ്പോൾ ഞാനിവിടെ കൽക്കലം കോഡിംഗ് എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ എൻ്റർ അടിക്കുക. എന്നിട്ട് നമ്മുടെ ഹോബീസ് ഡാറ്റ ന്യൂ അറേ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായോ, സ്റ്റാർട്ടിങ് ഇൻഡെക്സ് പ്രശ്നം ലൈക്ക് സെക്കൻഡ് എലമെൻറ്റ് അവിടെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് അവിടെ നമ്മൾ 1 കൊടുത്തിരുന്നു, ഡിലീറ്റ് കൗണ്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു, 0 കൊടുത്തിരുന്നു. സോ നമ്മൾ കൊടുത്ത കോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ആ ഐറ്റം ഇൻസർട്ട് ചെയ്യാനുള്ള ഐറ്റം അത് ഫസ്റ്റ് പൊസിഷനിൽ അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സിൽ അത് ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടും. അതുകൊണ്ട് ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് എലമെൻറ്റ് പൊസിഷൻ ഇൻസർട്ട് ആകും. അതുകൊണ്ടാണ് സെക്കൻഡ് പൊസിഷൻ എലമെൻറ്റ് ഇൻസർട്ട് ആകുന്നത്. എക്സിസ്റ്റിംഗ് എലമെൻറ്റ്സ് ഇപ്പോൾ ഡിലീറ്റ് ആവില്ല, ജസ്റ്റ് ഷിഫ്റ്റ് ആകുന്നുള്ളൂ. നെക്സ്റ്റ് ഇൻഡെക്സിലേക്ക് കറസ്പോണ്ടിങ് ഷിഫ്റ്റ് ആവുന്നു, ഒന്നും ഡിലീറ്റ് ആവുന്നില്ല. ഇത് ഇവിടെ പുതിയൊരു ഐറ്റം ഇവിടെ ഇൻസർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നുള്ളൂ. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഹോബീസ് ഡാറ്റ ന്യൂ ഡോട്ട് ഹോബീസ് ഡാറ്റ ഡോട്ട് നോട്ട് സ്പ്ലൈസ് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഞാനിവിടെ 1,0 എന്ന് വെച്ചാൽ സെക്കൻഡ് എലമെൻറ്റിൽ ഞാൻ കൊടുക്കുന്നു. സെക്കൻഡിൽ ഇൻസർട്ട് ചെയ്യണം. സോ ഡിലീറ്റ് കൗണ്ട് എൻ്റെ 0 ആണ്, ഒന്നും ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഇൻസർട്ട് ചെയ്യാനുള്ള ഐറ്റംസാണ് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ റീഡിങ്, പിന്നെ ഗാർഡനിങ്, ഇങ്ങനെ 2 ഹോബീസ് പുതിയത് ഞാൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോബീസ് ഡാറ്റ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ആ പൊസിഷനിലേക്ക്. ഇപ്പോൾ സോ സെക്കൻഡ് എലമെൻറ്റ് പൊസിഷനിൽ ഇൻസർട്ട് ആകുന്നുണ്ട്. നമ്മൾ കൊടുത്ത ഈ 2 ഇൻപുട്ടും ബേസിക്കലി അവിടെ കറസ്പോണ്ടിങ്ങിലി അത് ഇൻസർട്ട് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, നമ്മുടെ ഹോബീസ് ഡാറ്റയിൽ ഇപ്പോൾ കുറച്ച് ഇത്രയധികം ഇതുണ്ട്, ഐറ്റംസ് ഉണ്ട്. നമുക്ക് കുറച്ച് ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ആദ്യത്തെ എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോബീസ് ഡോട്ട് ന്യൂ ഡാറ്റ ഡോട്ട് സ്പ്ലൈസ് എഴുതിട്ട്, ഓക്കെ സ്പ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റത്തെ എഴുതുക. എത്ര നമ്മുടെ സ്റ്റാർട്ടിങ് പൊസിഷൻ 0 ആണ്, ആദ്യത്തെ എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് എത്ര ഐറ്റം ഡിലീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ പൊസിഷൻ, അപ്പോൾ 1, എനിക്ക് ഒരു ഐറ്റം ഡിലീറ്റ് ചെയ്താൽ മതി. എൻ്റർ അടിച്ചിട്ട് ഹോബി ന്യൂ ഡാറ്റ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്
2 റീഡിങ് ഉണ്ടായിരുന്നു. സോ ബേസിക്കലി അത് സംഭവിച്ചു, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരുന്നു, 2 റീഡിങ് ഉണ്ടായിരുന്നു. സോ ഒരെണ്ണം പോയി, ആദ്യത്തെ പോയി. ഇവിടെ റീഡിംഗ് ഉണ്ട്, ഇവിടെ റീഡിംഗ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ആദ്യത്തെ റീഡിംഗ് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ റീഡിംഗ് ഉള്ളത്. രണ്ടാമത്തെ റീഡിംഗ് ആണ് വരുന്നത്. സോ ആദ്യത്തെ എലമെൻറ്റ് റിമൂവ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അത് തന്നെയാണ് സ്പ്ലൈസ് ഇവിടെ വർക്ക് ആവുന്നത്. സോ ഇൻഡെക്സ് 0 സ്റ്റാർട്ട് ചെയ്യുന്നു, അതാണ് നമ്മൾ 0 കൊടുത്തത്. പിന്നെ 1 കൊടുത്തു വെച്ചാൽ ഒരു എലമെൻറ്റ് മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി, ഫസ്റ്റ് എലമെൻറ്റ് മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റത്തെ റീഡിംഗ് ഉണ്ടായിരുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, പക്ഷേ റീഡിംഗ് ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തു. നമുക്ക് ഇനി ബേസിക്കലി നമുക്ക് 2 മൾട്ടിപ്പിൾ ഐറ്റംസ് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് 2 ഐറ്റംസ് ബേസിക്കലി ഫസ്റ്റ് 2 ഐറ്റംസ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. ഹോബീസ് ഡാറ്റ 0, നമുക്ക് സ്റ്റാർട്ടിംഗ് പൊസിഷൻ 0, എത്ര ഐറ്റം ഡിലീറ്റ് ചെയ്യണം, അവിടുന്ന് 2 ഐറ്റം ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ 0,2 കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ഐറ്റം റീഡിങ്ങും ഗാർഡനിങ്ങും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഐറ്റം പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഹോബീസ് അറേ നമ്മൾ ഉണ്ടല്ലേ, 0 മാത്രം കൊടുക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, ഹോബീസ് ഡോട്ട് അറേ ഡോട്ട് സ്പ്ലൈസ് ഓഫ് 0 മാത്രം നമ്മൾ കൊടുക്കണമെന്ന് വിചാരിക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ആ അറേ ഫുള്ളായിട്ട് ക്ലിയർ ആവും. ഓക്കെ, കറൻ്റ്ലി ഇപ്പോൾ ഒന്നും നടക്കില്ല, ആ അറേയിൽ ഫുൾ ഐറ്റംസ് മൊത്തമായിട്ട് ക്ലിയർ ആയിട്ട് ആ അറേ എം ടി അറേയായിട്ട് മാറും. അതുകൊണ്ടാണ് ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ നമുക്കൊരു പുതിയൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് num2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് num2 നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഐറ്റംസ് വന്നിട്ടുണ്ട്. സോ num2 ഡോട്ട് സ്പ്ലൈസ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓഫ് 0 മാത്രം കൊടുക്കുക, എന്നിട്ട് num2 മാത്രം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തത് അതൊരു അറേ ഫുള്ള് മൊത്തമായിട്ട് ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. ആക്ച്വലി അങ്ങനെയാണ് ഇവിടെ അറേസ് ഫുള്ള് ക്ലിയർ ആവുന്നത്. 0 വെച്ചിട്ട് സ്പ്ലൈസ് ഓഫ് 0 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ക്ലിയർ ആവുന്നുണ്ട്. സോ ഇൻഡെക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 മുതൽ എല്ലാം തന്നെ റിമൂവ് ആവും. ഓക്കെ, ഓഫ് 1 എന്ന് പറഞ്ഞാൽ സ്പ്ലൈസ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു എലമെൻറ്റ് കീപ്പ് ചെയ്യും. ഇവിടെ സ്പ്ലൈസ് ഓഫ് 1 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ എലമെൻറ്റ് കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആവുകയും ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും സ്പ്ലൈസ് ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു അറേ കിട്ടുന്നുണ്ട് ഇവിടെ. സോ ബേസിക്കലി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ സ്പ്ലൈസ് റിട്ടേൺ ചെയ്യുന്ന റിമൂവ്ഡ് ഐറ്റംസിൻ്റെ എലമെൻറ്റ്സാണ് തരുന്നത്, അത് അറേ ആയിട്ടാണ് തരുന്നത്. സോ റിമൂവ്ഡ് വിൽ കണ്ടെയ്ൻ ദി ഡിലീറ്റഡ് എലമെൻറ്റ്സ് ആസ് ആൻ അറേ. സോ റിമൂവ് ചെയ്ത ഐറ്റംസ് എല്ലാം അറേ ആക്കിയിട്ട് നമുക്ക് തരും. ഇപ്പം ഞാൻ പറഞ്ഞു 0 എന്ന് പറഞ്ഞു, ഇവിടെ റീഡിങ് നമുക്ക് കിട്ടി. സോ ആദ്യത്തെ 2 റിമൂവ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ റിമൂവ് ചെയ്ത എലമെൻറ്റ്സ് നമുക്ക് അറേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് റിമൂവ് ചെയ്ത ഐറ്റംസ് ലോസ്റ്റ് ആവില്ല. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടല്ലോ, ഇത് വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ട് അത് എവിടെയെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണത്. ഓക്കെ, സോ സ്പ്ലൈസ് സപ്പോർട്ട്സ് നെഗറ്റീവ് ഇൻഡെക്സ് ഓൾസോ കേട്ടോ. സോ -1 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എലമെൻ്റ് ആണ്, -2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ് എലമെൻറ്റ്. അങ്ങനെ നെഗറ്റീവ് ഇൻഡെക്സും സ്പ്ലൈസസ് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഹോബീസ് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഡാറ്റ ഉണ്ട്. സോ എനിക്ക് ഇതിൽ ലാസ്റ്റ് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോട്ട് സ്പ്ലൈസ് ഇൻഡെക്സ് ഞാൻ പറഞ്ഞു -1 കൊടുത്ത ലാസ്റ്റ് എലമെൻറ്റ് എടുക്കുക. അപ്പോൾ -1 കൊടുക്കുക നമുക്ക്, എന്നിട്ട് അവിടുന്ന് എത്ര ഐറ്റം റിമൂവ് വെച്ചാൽ അത് കൊടുക്കുക. എന്നിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാസ്ക്കറ്റ് ബോൾ ആ ലാസ്റ്റത്തെ എലമെൻറ്റ് റിമൂവ് ആയി. അതുപോലെ സെക്കൻഡ് ലാസ്റ്റ് എലമെൻറ്റ് ഇപ്പോൾ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. ഈ ഹോക്കി നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ -2 കൊടുക്കുക. അപ്പം സെക്കൻഡ് ലാസ്റ്റ് എലമെൻ്റ് ആയി, റിമൂവ് ആയി. ഹോക്കീസ് ഡാറ്റ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കറസ്പോണ്ടിങ്ങിൽ വർക്ക് ആയിട്ടുണ്ട്. പക്ഷേ അറേസിൽ ഈ നെഗറ്റീവ് ഇൻഡെക്സ് വർക്ക് ചെയ്യില്ല കേട്ടോ, ഈ സ്പ്ലൈസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ ഹോബീസ് ഡാറ്റ ഓഫ് -1 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇൻഡെക്സ് വർക്ക് ചെയ്യില്ല, അത് അൺഡിഫൈൻഡ് നമുക്ക് വരിക. കാരണം നോർമൽ ഇൻഡെക്സിങ് നെഗറ്റീവ് സപ്പോർട്ട്സ് ചെയ്യില്ല. നെഗറ്റീവ് ഇൻഡെക്സസ് വർക്ക് ചെയ്യുന്നത് കുറച്ച് മെത്തേഡ്സ് ആണ്, ലൈക്ക് സ്പ്ലൈസ് പോലത്തെ കുറച്ച് മെത്തേഡിൽ മാത്രമേ നെഗറ്റീവ് ഇൻഡെക്സസ് കറസ്പോണ്ടിങ്ങിൽ വർക്ക് ആവുള്ളൂ. സോ ഇതാണ് സ്പ്ലൈസിൻ്റെ ഒരു ഡീറ്റെയിൽ ഐഡിയ. ഞാൻ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട് സ്പ്ലൈസിനെ കുറിച്ചുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പുറത്ത് റിസോഴ്സസ് അവൈലബിൾ ആണ്, ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം. സോ സ്പ്ലൈസോടുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ചെറാപ്പ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.